ഓഗസ്റ്റ് 12 വിശുദ്ധ പൊർക്കാരിയൂസും സഹവിശുദ്ധരും. ഫ്രാൻസിലെ പ്രൊവൻസിന്റെ തീരപ്രദേശത്ത് ലെരിൻസ് എന്ന ഒരു വലിയ സന്യാസാശ്രമം നിർമ്മിക്കപ്പെട്ടിരുന്നു. അവിടത്തെ ആശ്രമാധിപനായിരുന്നു വിശുദ്ധ പൊർക്കാരിയൂസ്. 732 വിശുദ്ധന് ഒരു ദർശനമുണ്ടായി. ക്രൂരന്മാരായ അപരിഷ്കൃതർ ആ ആശ്രമം ആക്രമിക്കുവാനുള്ള പദ്ധതിയിടുന്നുവെന്നായിരുന്നു ആ ദർശനത്തിന്റെ പൊരുൾ. വൈകാതെ വിശുദ്ധൻ തൻ്റെ വിദ്യാർത്ഥികളെയും 36ഓളം യുവസന്യാസിമാരെയും ഒരു വഞ്ചിയിൽ തിക്കിക്കയറ്റി സുരക്ഷിതമായി അയച്ചു. അവിടെ വേറെ വഞ്ചി ഇല്ലാതിരുന്നതിനാൽ മറ്റുള്ളവരെയെല്ലാം വിശുദ്ധൻ തൻ്റെ പക്കൽ ഒരുമിച്ച് ചേർത്തു. ആരും തങ്ങളെ വഞ്ചിയിൽ രക്ഷപ്പെടുത്താത്തതിൽ പരാതിപ്പെട്ടില്ല. തങ്ങൾക്ക് ധൈര്യം പകരുവാൻ അവർ ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. തങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിക്കുവാനുള്ള അനുഗ്രഹം ലഭിക്കുവാനായി അവർ ദൈവത്തോട് അപേക്ഷിച്ചു. അധികം താമസിയാതെ സാരസൻസ് എന്ന ക്രൂരന്മാർ പൊർക്കാരിയൂസ് പ്രവചിച്ചതുപോലെ ആ സന്യാസിമാർക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടു. വിശ്വാസത്താൽ നിറഞ്ഞിരുന്ന ആ സന്യാസിമാരാകട്ടെ പ്രാർത്ഥിക്കുകയും യേശുവിനു വേണ്ടി ധൈര്യപൂർവം മരണം വരിക്കുവാൻ പരസ്പരം ധൈര്യം പകർന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. യാതൊരു കരുണയും കൂടാതെ ആ അക്രമികൾ തങ്ങളുടെ ഇരകളുടെ മേൽ പാഞ്ഞു കയറി. 4 പേരൊഴികെ ബാക്കി മുഴുവൻ പേരെയും വധിക്കുകയും ആ 4 പേരെ അടിമകളായി കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്രകാരമാണ് വിശുദ്ധ പൊർക്കാരിയൂസും മറ്റ് സന്യാസിമാരും യേശുവിൻ്റെ ധീരരായ രക്തസാക്ഷികളായിത്തീർന്നത്. മാറിവരുന്ന ജീവിത സാഹചര്യങ്ങളിൽ സ്വന്തം നേട്ടത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്ന ഈ സമൂഹത്തിൽ സ്വാർത്ഥതയില്ലാതെ സ്വജീവൻ ബലി കഴിക്കാൻ തയ്യാറായ വിശുദ്ധ പൊർക്കാരിയൂസും സഹവിശുദ്ധരും നമുക്കൊരു മാതൃകയാവട്ടെ.